ആ നിൽക്കുന്ന ആളുകളൊക്കെ അങ്ങോട്ട് കയറി എന്നാണ്. അഹ്സനി, നിങ്ങൾ ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കൊണ്ടി. അവിടെ വെള്ളം കൊടുക്കണ്ടെങ്കിൽ ഇരിക്കാൻ 2-3 കസാര അതിൻ്റെ സൈഡിലിട്ട് കൊടുക്കണം. നിന്ന് വെള്ളം കുടിക്കരുത്. എല്ലാവരും കയറിയിരിക്കുക. പുറകിലല്ല, ഈ ഒഴിഞ്ഞിരിക്കുന്ന കസാരയിലേക്ക് കയറിയിരിക്കണം. എന്നിട്ട് വേണം ഉദ്ഘാടനം ചെയ്യാൻ. എല്ലാവരും നിസാർ ഇങ്ങോട്ട് കയറട്ടെ. അബ്ദുള്ള ഹാജി ഇങ്ങോട്ട് ഫില്ലാക്കിയിരുത്തിയാൽ മതി. നഈമുസ്താദ് വരുമ്പോൾ ഒഴിഞ്ഞിരിക്കുന്നത് കണ്ട ഒരു ഐബാണ്. എല്ലാവരും കയറിയിരിക്കും. നമ്മുടെ നാടിന് വലിയ മഹത്വമുണ്ട്. കക്കോവെന്ന് പറയുന്ന ഈ പ്രദേശത്തിന് KL 55J 2905 വണ്ടി അവിടെ ഒന്ന് മാറ്റി പാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ നാടിന് വലിയ മഹത്വമുണ്ട്. കക്കോവെന്ന് പറയുന്ന വാഴയൂര് പഞ്ചായത്തിന്റെ ഈ ഒരു ഗ്രാമത്തിന് വലിയ മഹത്വം ഉണ്ട് എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. മഹാനായ സയ്യിദ് അവറുകളുടെ ആദരിക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സംഘാടകർ പുറത്തിറക്കിയ ഒരു ചെറിയ പുസ്തകമുണ്ട്, സപ്ലിമെന്റ് ഉണ്ട്. ആ സപ്ലിമെന്റിൽ ദാറുൽ ഹിക്കം എന്നാണ് അതിന്റെ പേരിട്ടിട്ടുള്ളത്. സാധാരണഗതിയിൽ സപ്ലിമെന്റുകൾക്ക് ഏറ്റവും ഷോർട്ടായ കാലോചിതമായ എന്തെങ്കിലും പേരുകൾ കൊടുക്കുന്നതിന് പകരം ദാറുൽ ഹിക്കം എന്ന് മദ്രസയുടെ പേര് എന്തിനിട്ടു എന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ താള് തന്നെ മറിച്ചു നോക്കിയപ്പോൾ ഈ മഹത്തായ മഹല്ലത്തിന് ഒരുപാട് കാലം ഇവിടത്തെ ഖതീബും മുദർരിസുമായി ഈ നാട്ടിലെ യുവാക്കളെയും ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വയോജനങ്ങളെയും ഒരുപോലെ സമുദ്ധരിച്ച ഒരു പണ്ഡിതൻ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്ന കേരളീയ മുസ്ലിംകളുടെ ആധികാരിക മത പണ്ഡിത സഭയുടെ മുഷാവറ മെമ്പറായി പിന്നീട് ഉയർന്നു വന്ന മഹാനായ മാടവന ഉസ്താദ് അവർകൾ. ഉസ്താദ് ഈ നാടിനെ പറ്റിയിട്ട് പരാമർശിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, ദാറുൽ ഹിക്കം എന്നുള്ളത് കേവലം നമ്മുടെ മദ്രസയുടെ പേരായി ചുരുക്കിക്കേണ്ടത് അല്ല, മറിച്ച് ദാറുൽ ഹിക്കം എന്നത് ധാരാളം ഹിക്മത്തുകൾ അടങ്ങിയ ഒരു നാട് എന്ന് ഈ നാടിനെ തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് മഹാനായ ഉസ്താദ് ആ സപ്ലിമെന്റിന്റെ തുടക്കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹിക്മത്തുകൾ എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനങ്ങളെന്നും വിലമതിക്കാൻ പറ്റാത്ത അറിവുകളെന്നും തന്ത്രങ്ങളെന്നും ഒക്കെ നമുക്ക് മലയാളത്തിലേക്ക് അർത്ഥം പറയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് മഹാനായ മാടവന ഉസ്താദിനെ പോലെയുള്ള പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ നമ്മുടെ നാടിനെ പറ്റിയിട്ട് ഹിക്മത്തുകളുടെ നാട് എന്ന് വിശേഷിപ്പിച്ചത്? തീർച്ചയായും ഈ നാടിന് മറ്റു നാടുകളെക്കാൾ പോരിശ പറയാനുള്ള കാരണം ആദരിക്കേണ്ടതിനെ ആദരിച്ച നാടാണിത്, ആദരിക്കേണ്ടവരെ ആദരിച്ച നാടാണിത്, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ച നാടാണിത്. നമുക്കറിയാം, നീണ്ട 40 വർഷത്തിലധികം ഇതേ മദ്രസയിൽ തന്നെ സേവനം ചെയ്തിരുന്ന മഹാനായ വാഗേരി ഉസ്താദ്, ആ വാഗേരി ഉസ്താദിനെ ഇതുപോലെ വലിയ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് അവിടെ വെച്ചുകൊണ്ട് മഹാനവറുകളെ ആദരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഉസ്താദ് 4 പതിറ്റാണ്ടിലധികം ഇവിടുത്തെ കുഞ്ഞുമക്കളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് അള്ളാഹുവിന്റെ വിശുദ്ധ കലിമത്തു ത്വയ്യിബയെ സന്നിവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചപ്പോ, തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചപ്പോ തങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് ആ സ്നേഹപ്രകടനം നടത്തിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്. അതിൻ്റെയും മുമ്പേ മഹാനായ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ ഈ നാടിന്റെ ഓരോ മൺതരികളെ പറ്റിയിട്ടും
വ്യക്തമായിട്ട് കഥ പറയാൻ അറിയുന്ന വലിയ പണ്ഡിതൻ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയിട്ട് ആ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ മദ്രസകളിലേക്ക് പുസ്തകങ്ങൾ അച്ചടിക്കപ്പെടുന്നതിന്റെ മുമ്പ് നമ്മുടെ കക്കോവ് മഹല്ലത്ത് പള്ളിയിൽ മുദരിസായി ഈ നാട്ടിന്റെ ഒരു പരിവർത്തകനായി സേവനം ചെയ്ത മഹാനായ പി അഹമ്മദ് കുട്ടി ഉസ്താദ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ, അദ്ദേഹം പാഠപുസ്തകം തയ്യാർ ചെയ്ത് നമ്മുടെ നാട്ടിലെ ഗുരുകുലത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വലിയ മഹാരഥന്മാരുടെ സേവനങ്ങൾ കിട്ടിയവരാണ് ഈ നാട്ടുകാർ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ ചെറക്കൽ ഉസ്താദ് എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ, അങ്ങേയറ്റത്തെ സൂക്ഷ്മത ജീവിതത്തിൽ വെച്ച് പുലർത്തിയ മഹാരഥനായ പണ്ഡിതൻ, മഹാനായ ഹംസുസ്താദ് അടക്കം ഉള്ള അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നോമനകൾ, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ശിഷ്യന്മാരും അതുപോലെ തന്നെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുമായി ധാരാളം ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലും പുറം നാടുകളിലും ദീനീ സേവന മേഖലകളിൽ ഉണ്ട്. മഹാനായ റഈസുൽ ഉലമ സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ടവരെ സമീപിക്കുമ്പോ, നീ എവിടെയാണ് ദർസ് നടത്തുന്നതെന്ന് ചോദിക്കുമ്പോ കക്കോവിലാണെന്ന് പറയുമ്പോ മഹാനായ ഉസ്താദ് ഓർത്തെടുക്കുന്ന രണ്ട് പേരുകൾ, ഒന്ന് മഹാനായ ചെറക്കൽ കെ വി ഉസ്താദിനെയും മഹാനായ പി അഹമ്മദ് കുട്ടി ഉസ്താദിനെയുമാണ്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ പഠിച്ചെടുത്തൊരു നാട്. അതെങ്ങനെയാണ് അവർ പഠിച്ചെടുത്തത്? തീർച്ചയായും നമ്മുടെ മുന്നേ കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ആലിമീങ്ങളുടെ ജീവിതം കണ്ടുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട എ പി അഹമ്മദ് കുട്ടി ഉസ്താദ് അവർകൾ ഈ നാട്ടിൽ ദർസ് നടത്തുമ്പോ ഹൈന്ദവ സഹോദരങ്ങൾ പോലും അതേ മുണ്ട് മടക്കി കുത്തിയിട്ട് ആ പള്ളിയുടെ പരിസരത്തിലൂടെ പോകാൻ ധൈര്യം കാണിച്ചിരുന്നില്ല. അത്രമാത്രം ബഹുമാനാദരവുകൾ അവര് പോലും വെച്ചു പുലർത്തിയെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഹല്ലത്തിന് സേവനം ചെയ്ത് മുന്നേ നടന്നുപോയ മഹാരഥന്മാർ അവർ ചെറിയ ആളുകൾ ആയിരുന്നില്ല. ഇപ്പോൾ ഇതാ 35 വർഷത്തിലധികമായി നമ്മുടെ മഹല്ലത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊന്നാര് സാദാത്യങ്ങൾ, കേരളത്തിൽ തന്നെ അത്രയും വലിയ സാദാത്യങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു മഹല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. തങ്ങന്മാരും പ്രസിഡന്റായ, തങ്ങന്മാര് സെക്രട്ടറിയായ, തങ്ങന്മാരാൽ നിർമ്മിക്കപ്പെട്ട, തങ്ങന്മാരാൽ പരിപാലിക്കപ്പെട്ട ബ്രിട്ടീഷുകാരന്റെ അതേ തീ തുപ്പുന്ന തോക്കിന് വിധേയപ്പെട്ട പള്ളിയാണ് കൊന്നാര് ജുമഅത്ത് പള്ളി എന്ന് പറയുന്നത്. ആ പള്ളിയുടെ കാര്യദർശിയായി നീണ്ട പതിറ്റാണ്ടുകളായി സേവനം ചെയ്യുന്ന വലിയ മഹാനാണ് മഹാനായ KCK തങ്ങൾ ഉസ്താദ്. ആ തങ്ങൾ ഉസ്താദ് അതേ സയ്യിദ് കുടുംബത്തിലെ കൊന്നാര് സാദാത്യങ്ങളിലെ അതേ തലമൂത്ത കാരണവരൻ. ആ മഹാനുഭാവന്റെ സേവനം 35 വർഷമായി പ്രിയപ്പെട്ടവരെ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആ തണല് ഒരുപാട് കാലം ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ഈ സമയത്ത് ദുആ ചെയ്യാൻ ഞാൻ സമയം കണ്ടെത്തുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ ഈ നാടിന് കക്കോവിന് മഹത്വം എങ്ങനെ ഉണ്ടായി? ആദരിക്കേണ്ടവരെ ആദരിച്ചത് കൊണ്ടാണ്, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചത് കൊണ്ടാണ്. സൂറത്തുൽ ഹജ്ജിന്റെ 32ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ശിആറുകളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി അത് ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ്. ഏറ്റവും വലിയ പ്രോജ്വലിക്കുന്ന ഉപമയായി, അടയാളമായി അല്ലാഹു തആല പറയാണ്, അള്ളാഹുവിന്റെ ശിആറുകളെ ബഹുമാനിക്കുന്നവർ. എന്താണ് അള്ളാഹുവിന്റെ ശിആറുകൾ? അത് ചിലപ്പോൾ ചില സ്ഥാപനങ്ങളാകാം, ചിലപ്പോൾ ചില മാസങ്ങളാവാം, ചിലപ്പോൾ ചില ദിവസങ്ങളാവാം, മറ്റു ചിലപ്പോൾ ചില ബിൽഡിങ്ങുകളാവാം. നിങ്ങൾ നോക്ക്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്ത് എല്ലാവരെയും എല്ലാ വസ്തുക്കളെയും ഒരുപോലെയല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. പലതിനും മറ്റു പലതിനേക്കാൾ ഒരുപാട് പവിത്രതയുണ്ട്. വലക്കദ് കറംനാ ബനി ആദം, അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല സൃഷ്ടിചരാചരങ്ങളെ എണ്ണിയാലൊടുങ്ങാത്ത, ഇന്ന് ജന്തുശാസ്ത്രം പഠിക്കുന്ന ആളുകൾ, അതിൽ ഗവേഷണം നടത്തുന്ന ആളുകൾക്ക് പോലും യാതൊരു പിടുത്തവും കിട്ടാത്ത വലിയൊരു ലോകമാണ്, വലിയൊരു ശാസ്ത്രമാണ് ജന്തുശാസ്ത്രം എന്ന് പറയുന്നത്. എത്രയാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളെന്ന് ക്ലിപ്തമാക്കാൻ ഒരു സൃഷ്ടിയെ കൊണ്ടും സാധ്യമല്ലാത്ത വിധത്തിൽ അള്ളാഹു ധാരാളം സൃഷ്ടിചരാചരങ്ങളെ ദൈനംദിനം പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ളതാർക്കാണ്? അത് മനുഷ്യന്മാർക്കാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലക്കദ് കറംനാ ബനി ആദം. മഹാനായ ഇമാമുൽ മഹല്ലി റഹിമഹുല്ലാഹ് അടക്കമുള്ള പണ്ഡിതന്മാർ അവരുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതേ
മരണത്തിന്റെ ശേഷം അശുദ്ധമായി പോകുന്ന നജസായി പോകുന്ന വസ്തുക്കളെ എണ്ണിയെടുത്ത് 4 വസ്തുക്കളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് മനുഷ്യനാണ്. എന്തുകൊണ്ട്? മനുഷ്യൻ മരിച്ചാൽ ശവം ആ മനുഷ്യന്റെ മൃതശരീരത്തെ പറ്റിയിട്ട് നജസ് എന്ന് പറയാൻ പറ്റില്ല. അതിന് ആയത്തോതി വലക്കദ് കറംനാ ബനി ആദം, നാം മനുഷ്യ സന്തതികളെ ബഹുമാനിച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ മരിച്ചാൽ നജസായി പോകുമ്പോൾ ആ ഇക്റാമിനെതിരാണ്, അല്ലാഹുവിന്റെ തക്രീമത്തിനെതിരാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ശരീരം വിയോഗത്തിന്റെ ശേഷം ഒരിക്കലും തന്നെ അത് അശുദ്ധമായി പോകുന്നില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഉദ്ധരിച്ച് ഫുഖഹാ നമ്മളോട് പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണം, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. നമ്മൾ നിലകൊള്ളുന്ന മാസം പവിത്രമായ മാസമാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് അല്ലാഹു തആല ഈ ലോകത്തെ പടച്ച അന്ന് മുതൽ തന്നെ ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു തആല ഈ ലോകം പടച്ച അന്ന് മുതൽ തന്നെ 12 മാസങ്ങളുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളാണ്. അതേ, എവിടെയും ആയുധങ്ങളുടെ കലപിലകൾ, ആയുധത്തിന്റെ ശബ്ദകോലാഹലങ്ങൾ കേട്ടിടുന്ന അതേ മക്കത്തെ മുശ്രിക്കുകളുടെ ഇടയിൽ പോലും ഈ 4 മാസങ്ങൾക്ക് മഹത്വം കൽപ്പിക്കുകയാണ്. ഏതാണ് ആ 4 മാസം? അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റജബ് എന്ന് പറയുന്ന മാസം. ആ റജബിന്റെ പോരിശകൾ പറയാൻ അതിന് പറ്റിയ സമയമല്ല, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം ഖൈറാത്തുകൾക്ക് നമുക്ക് ഈ മാസത്തിൽ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, അല്ലാഹു തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കണം, അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞവരെ ബഹുമാനിക്കണം, അല്ലാഹു ആദരിക്കാൻ പറഞ്ഞവരെ ആദരിക്കണം. നിങ്ങൾ നോക്കുക, പള്ളി ദർസുകളിൽ കുഞ്ഞുകുട്ടികൾക്ക് തുടക്കത്തിൽ ഓതിക്കൊടുക്കുന്ന, അദബ് പഠിപ്പിക്കാൻ ഓതിക്കൊടുക്കുന്ന തഅലീമുൽ മുതഅല്ലിം എന്ന് പറയുന്ന ഒരു ചെറിയ കിതാബുണ്ട്. അതിൽ ഇമാം സർറുജി റഹിമഹുല്ല പറയുന്നുണ്ട്, മാ വസ്വല മൻ വസ്വല ഇല്ലാ ബിൽ ഹുർമ വമാ സഖത മൻ സഖത ഇല്ലാ ബിതർക്കിൽ ഹുർമ. എന്താണ് ആ മഹത്വമേറിയ വാക്യത്തിന്റെ അർത്ഥം? എന്താണ്? മാ വസ്വല മൻ വസ്വല ഇല്ലാ ബിൽ ഹുർമ, ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിയവരൊന്നും എത്തിയിട്ടില്ല ഇല്ലാ ബിൽ ഹുർമ, ബഹുമാനിക്കേണ്ടതിന്, ബഹുമാനിക്കേണ്ടവരെ, ബഹുമാനിക്കേണ്ട വസ്തുക്കളെ ബഹുമാനിക്കാതെ ഒരാളും ലക്ഷ്യത്തിലെത്തിയിട്ടില്ല എന്ന് മഹാനവറുകൾ പറയാൻ. എന്നാൽ വമാ സഖത മൻ സഖത ഇല്ലാ ബിതർക്കിൽ ഹുർമ, ലക്ഷ്യങ്ങളിലെത്താതെ അതേ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയവർ ആരാണ്? അങ്ങനെ പടുകുഴിയിലേക്ക് വീണുപോയവർ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാത്തവരാണ്, അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിക്കാത്തവരാണ്. നിങ്ങൾ നോക്കുക, മഹാന്മാര് പറയുന്നുണ്ട്, ഒരാൾ ഒരു തെറ്റ് ചെയ്തത് കൊണ്ട് ഒരിക്കലും തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫർദായ കാര്യം ഉപേക്ഷിച്ചത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് ഒരു പക്ഷേ പുറത്തു പോയിക്കൊള്ളണമെന്നില്ല. എന്നാൽ അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞതിനെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. നോക്ക് നിങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലഈനായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരാളുണ്ടല്ലോ പരിശുദ്ധ ഖുർആനിൽ. ആരാണത്? ഇബ്ലീസാണ്. എന്തുകൊണ്ടാണ് ഇബ്ലീസ് ഇത്രമാത്രം വലിയ നാശത്തിലേക്ക് എത്തിയത്? എന്തുകൊണ്ടാണ്? ഞാനാണ് ആദമിനേക്കാൾ പവർ ഉള്ളവൻ, അതുകൊണ്ട് നീ സുജൂദ് ചെയ്യാൻ പറഞ്ഞവനിക്ക് സുജൂദ് ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞപ്പോ ആ ഇബ്ലീസുൽ ലഈൻ അവന്റെ എല്ലാ സ്ഥാനമാനങ്ങളും അല്ലാഹു തആല അതേ താഴെ തട്ടിലേക്ക് കൊണ്ടുവരികയാണ്, പടുകുഴിയിലേക്ക് പോവുകയാണ്. അഹങ്കാരത്തിന്റെ അതേ ദുർവിനിയോഗം നടത്തിയപ്പോ ഒരിക്കലും തന്നെ അവനിക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പിശാചിന്റെ പാതയേറ്റവരാണ് ആലിമിനെ ബഹുമാനിക്കാൻ പറയുമ്പോൾ ബഹുമാനിക്കില്ല, മുതഅല്ലിമിനെ ബഹുമാനിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല, അതുപോലെയുള്ള ആളുകളെ ബഹുമാനിക്കാനൊന്നും അവരെ കൊണ്ട് സാധിക്കാത്തത് എങ്ങനെയാണ്? അള്ളാഹു പറഞ്ഞു, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ഭക്തിയാണ്, ഹൃദയത്തിന്റെ തഖ്വയാണ്, ഹൃദയത്തിൽ അള്ളാഹിനെ പേടിയുള്ളവരെ കൊണ്ട് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്, അള്ളാഹുവിനെ ഭയമുള്ളവനെ കൊണ്ട് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. അതെ,
അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞതിനെ ബഹുമാനിക്കുക എന്നത്, അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിക്കുക എന്നുള്ളത്. ഏതായിരുന്നാലും അള്ളാഹു നമ്മളെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു എങ്ങനെയാണ് ഒരു മനുഷ്യൻ മറ്റൊരാളെ ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാണ് ഒരാൾ മറ്റൊരാളെ ആദരിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബ് ഒരു സദസ്സിലേക്ക് കടന്നു വരുമ്പോ, അഷ്റഫുൽ ഖൽഖ് തങ്ങളൊരു സദസ്സിലേക്ക് കടന്നു വരുമ്പോ തങ്ങളെക്കാൾ പ്രായം കൂടിയ ആളുകൾ പോലും അവിടെ ഒരിക്കലും തന്നെ ഇരുപ്പുറപ്പ് ഉറക്കാറില്ല. അവർക്ക് അവരെ എഴുന്നേറ്റ് നിൽക്കുകയാണ് തഅളീമൻ ലിറസൂലില്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ബഹുമാനം. കാരണം ഹബീബായ തങ്ങളാണ് മസ്ജിദുൻ നബവിയിലെ ആദ്യത്തെ ഖതീബ്. ആദ്യമായി ഖുതുബ നിർവഹിച്ചത് മുത്തുനബിയാണ്. ആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ ഓതിയ മിമ്പറിനെ അടയാളപ്പെടുത്തിയെടുത്ത് മഹാന്മാരായ ഫുഖഹാ പറഞ്ഞു 3 സ്റ്റെപ്പുകളായിരുന്നു. 4ാമത്തേത് അതേ മുസ്തറഹാൻ, ഖതീബ് ഇരുന്ന് വിശ്രമിക്കാനുള്ള 4ാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ 4 സ്റ്റെപ്പുകളാണ് മദീനത്തെ മുത്തുനബിയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറക്കുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ആ സ്റ്റെപ്പുകളുടെ എണ്ണങ്ങൾ കൂടിയത് ചരിത്രത്തിൽ നമുക്ക് കാണാം. എങ്ങനെയാണ് ഹബീബായ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ ഖലീഫയായി അവരോധിക്കപ്പെടുന്നത് മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ആ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 1ാമത്തെ ഖലീഫയായി ഭരണമേറ്റെടുത്തപ്പോൾ സ്വാഭാവികമായും മസ്ജിദുൻ നബവിയിലെ ഖതീബാവുകയാണ്. മഹാനവറുകൾ ഖുതുബയോദാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ നിന്ന് ചിന്തിച്ചു, ഹബീബായ തങ്ങൾ 3ാമത്തെ സ്റ്റെപ്പിൽ നിന്നിട്ട് 4ആകുന്ന മുസ്തറാഹിൽ ഇരിക്കാറാണ്. പക്ഷേ തങ്ങളിരുന്നിടത്ത്, ആ ശറഫാക്കപ്പെട്ട മേനി വെച്ചെടുത്ത് എങ്ങനെയാണ് എനിക്കിരിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ 3ൽ നിന്ന് 4ൽ ഇരിക്കുന്നതിനെ 2ൽ നിന്ന് 3ൽ ഇരിക്കുകയാണ്. തഅളീമൻ ലിറസൂലില്ലാഹി, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ബഹുമാനമാണ്, മുത്തുനബിയോടുള്ള ആദരവാണ്, ഹബീബായ തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബത്താണ്. ഈ മഹബ്ബത്ത് നമുക്ക് കാണിച്ചു തന്നത് മഹാന്മാരായ സ്വഹാബത്താണ്. ആ സ്വഹാബത്തിനെ പറ്റിയിട്ട് അള്ളാഹു പറഞ്ഞു അസ്ഹാബി, ഹബീബായ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു അസ്ഹാബി കന്നജൂം, എന്റെ സ്വഹാബ നക്ഷത്ര തുല്യരാണ്. അവരിൽ നിന്ന് ആരെ നിങ്ങൾ പിൻപറ്റിയാലും തീർച്ചയായും നിങ്ങൾക്ക് സന്മാർഗത്തിന്റെ ആ പാന്താവിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. ആ സ്വഹാബത്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതൃക. ആ സ്വഹാബത്തിനെ മാതൃകയാക്കി ജീവിച്ച് ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നവരാണ് മഹാനായ കെ.സി.കെ. തങ്ങൾ ഉസ്താദ്. കെ.സി.കെ. തങ്ങൾ ഉസ്താദിന്റെ മഹത്വം പറയുമ്പോൾ ധാരാളമായി ഓരോ ആളുകളോടും പറഞ്ഞാൽ ഒരുപക്ഷെ മൈക്കിന് മുന്നിൽ പറയാൻ അവരെ കൊണ്ട് സാധിച്ചു കൊള്ളണമെന്നില്ല, പേനകളെ കൊണ്ട് എഴുതി പിടിപ്പിക്കാൻ അവരെ കൊണ്ട് സാധിച്ചോളണമെന്നില്ല. പക്ഷേ ഓരോരുത്തരും ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലൂടെ കേട്ട് പോരുന്ന ധാരാളം മഹത്വങ്ങൾ മഹാനായ സയ്യിദ് അവറുകളെ പറ്റി നമുക്ക് പറയാനുണ്ട്. ഈ നാടിന്റെ ഓരോ മൺതരികൾക്കും മഹാനായ കെ.സി.കെ. തങ്ങളുണ്ട് ഉസ്താദിന്റെ മഹത്വത്തെ പറ്റിയിട്ട്, അവിടത്തിന്റെ പോരിശയെ പറ്റി പറയാനുണ്ട്. അള്ളാഹു ആയുസ് നീട്ടിക്കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദ് അവറുകൾ ഈ നാടിന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിന് അള്ളാഹു ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട്. ഒരുപാട് മഹത്വമുള്ള നാടാണ് നമ്മുടെ കക്കോവ്. അതിന്റെ കാരണങ്ങൾ ഞാൻ പലതും ഇവിടെ അക്കമിട്ട് പറഞ്ഞു. എന്നാൽ നമ്മുടെ നാട്ടിൽ കുറവുള്ള ഒരേ ഒരു സംഭവം അതെന്താണെന്ന് ചോദിച്ചാൽ എഞ്ചിനീയറിംഗ് കോളേജ് അല്ല. നമ്മുടെ പരിസരത്ത് വിദേശങ്ങളിൽ നിന്ന് പോലും പഠനത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കുന്ന ഡെസ്റ്റിനേഷനുകളിൽ കക്കോവിന്റെ പ്രാന്തപ്രദേശങ്ങളുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ മഹല്ലത്തിന്റെ ബോർഡറിലാണ് ധാരാളം കോളേജുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, എഞ്ചിനീയറിംഗ് കോളേജിന്റെ കുറവുകളല്ല, ആർട്സ് കോളേജിന്റെ കുറവുകളില്ല, ദാവ കോളേജിന്റെ കുറവല്ല, മതവിദ്യാലയത്തിന്റെ കുറവല്ല, ഗവൺമെന്റ് സ്കൂളുകളുടെ, ഹയർ സെക്കൻഡറികളുടെ, അതല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങളുടെ കുറവല്ല നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ നാട്ടിലുള്ള കുറവ് അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു കുടുംബം നമ്മുടെ നാട്ടിലില്ല എന്നതാണ്. ആ കുടുംബത്തിന്റെ കുറവാണ് നീണ്ട 3.5 പതിറ്റാണ്ടിലധികമായി ഒരു വലിയ പണ്ഡിതരും അതുപോലൊരു സയ്യിദുമായൊരു കാരണവർ നമ്മുടെ നാട്ടിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദ് അവറുകളുടെ ശിഷ്യഗണങ്ങൾ മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ ആണും പെണ്ണും ചെറുതും വലുതും മഹാനവറുകളുടെ ആയുസ്സിന് വേണ്ടി ദുആ ചെയ്യാൻ കടപ്പെട്ടവരാണ് എന്ന് ഈ കൂട്ടത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്.
നിങ്ങൾ നോക്ക്, നമ്മുടെ പ്രസ്ഥാനം കൊണ്ട് നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് എന്ത് സാധിച്ചു എന്ന് ചോദിക്കുമ്പോ പലർക്കും പലതും പറയാനുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഹൃദയത്തോടെ എൻ്റെ കയ്യിനെ ചേർത്ത് വെച്ചിട്ട് എപ്പോഴും പറയുന്നൊരു വാക്യമുണ്ട്, എനിക്കെൻ്റെ പ്രസ്ഥാനം എന്ത് തന്നു? മഹത്തായ അഹ്ലുസുന്ന വൽ ജമാഅ എന്താണെന്ന് നമുക്ക് മുന്നേ കാണിച്ചു തന്ന മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 വർഷം പിന്നിടാൻ പോവുകയാണ്. 2026 അതിൻ്റെ മഹത്തായ 100ാം വാർഷിക പ്രഖ്യാപനം നടന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശാശയങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന നമുക്ക് എന്ത് നേട്ടമുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ എൻ്റെ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചു, ആദരിക്കേണ്ടവരെ ആദരിക്കാൻ എൻ്റെ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചു എന്ന് ഓരോ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകനും, ഓരോ SYSന്റെ പ്രവർത്തകനും, ഓരോ SSFന്റെ പ്രവർത്തകനും ആത്മാർത്ഥതയോടെ അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കും. ഈ റോഡരികിലൂടെ ഒരു സയ്യിദ് കടന്നുപോയാൽ അതേത് ഗ്രൂപ്പിൽപ്പെട്ടവരാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെങ്കിലും ഒരു SSFകാരന് ഇരിപ്പുറപ്പിക്കാൻ സാധിക്കില്ല, ഒരു SYSകാരന് കസേരയിൽ ഇരിക്കാൻ സാധിക്കില്ല. അവൻ അറിയാതെ എഴുന്നേറ്റ് നിന്നു പോവുകയാണ്. എന്തേ കാരണം? മഹബ്ബത്തൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് അവിടത്തിന്റെ മക്കളോട് കാണിക്കുന്ന ബഹുമാനം. ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഏറ്റവും ചെറിയ സൂക്തം തഫ്സീറുൽ ബൈളാവിയുടെ തുടക്കത്തിൽ ഫതസദ്ദാ ബിഅഖ്സരി സൂറത്തിൻ മിൻ സുവരിഹി എന്ന് കാണാം. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഏറ്റവും ചെറിയ സൂക്തം, ഏറ്റവും ചെറിയ അധ്യായം, ആ അധ്യായം കൊണ്ട് ഹബീബായ തങ്ങള് മക്കത്തെ വലിയ സാഹിത്യ സാമ്രാട്ടുകളെ വെല്ലുവിളിച്ചു എന്ന് നാസിറുദ്ദീൻ ബൈളാവി തങ്ങൾ അവിടത്തിന്റെ അൻവാറു തൻസീലിന്റെ തുടക്കത്തിൽ എഴുതി വെക്കുമ്പോ എന്താണ് ഏറ്റവും ചെറിയ സൂറത്ത്? ഇന്ന അഅ്തൈനാകൻ. ആ ഇന്ന അഅ്തൈനാകൽ കൗസർ, എന്താണ് ആ കൗസറിന്റെ അർത്ഥം? ഇന്ന അഅ്തൈനാക, തീർച്ചയായും നബിയെ നാം അങ്ങേക്ക് തന്നിരിക്കുന്നു അൽ കൗസർ. എന്താണ് ആ കൗസർ? മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ വിവിധങ്ങളാകുന്ന വ്യാഖ്യാനങ്ങൾ പറഞ്ഞ കൂട്ടത്തില് ഹൗദുൽ കൗസറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള വ്യാഖ്യാനങ്ങളെ കൂട്ടത്തില് പ്രഗത്ഭരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം, ഹും അഹ്ലു ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരക്കിടാങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരക്കിടാങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹിച്ച ത്യാഗത്തെ പറ്റിയുള്ള വാളുകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് അനുഭവിച്ച വേദനകളെ പറ്റിയിട്ട് ഒരുപാട് താരീഖിന്റെ പുസ്തകങ്ങളിൽ നിന്ന് ഞാനും നിങ്ങളും വായിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ വിയോഗ വാർത്തകളെ നമുക്ക് താങ്ങാൻ പറ്റാതെ ഞാനും ഇവരുടെ കൂടെ മരിച്ചിരുന്നെങ്കിലെന്ന് പോലും ആ ഘട്ടത്തിൽ നമ്മളൊക്കെയും ഒരു പക്ഷേ ആ സമയത്ത് ഓർത്തു പോകാറുണ്ട്, ആഗ്രഹിച്ചു പോകാറുണ്ട്. എന്നാൽ നിങ്ങൾ നോക്ക്, എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്, എങ്ങനെയാണ് സഹിക്കേണ്ടത് എന്ന് ജീവിതം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അവിടെ തന്നെ അല്ലാഹു തആല 7 മക്കളെ കൊടുത്തിട്ട് അതിലെ 3 ആൺകുട്ടികളെയും അവിടത്തിന്റെ ഹയാത്ത് കാലത്ത് ഒരു ഉപ്പക്ക് അല്ലാഹു കൊടുത്ത 3 ആൺതരികളെയും സ്വന്തം കരങ്ങളെ കൊണ്ട് ജന്നത്തുൽ ബഖീഇലും ജന്നത്തുൽ മുഅല്ലാത്തിലും ഖബറടക്കാൻ വിധിക്കപ്പെട്ട ഒരു പിതാവിന്റെ വേദനയെ പറ്റിയിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഹബീബായ തങ്ങളുടെ ഓരോ മക്കളും വഫാത്താകുമ്പോ അതേ മക്കയിലുള്ള മുശ്രിക്കുകൾക്ക് വലിയ ആഘോഷമാണ്, മക്കയിലുള്ള കുഫാറിന് വലിയ ആഘോഷമാണ്. എന്താണ് ആഘോഷത്തിന്റെ കാരണം? ഈ മുഹമ്മദിന്റെ പ്രസ്ഥാനം അവസാനിക്കാൻ പോവുകയാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ത്വയ്യിബയുടെ വാചകങ്ങളെ ഇനി ഒരിക്കലും തന്നെ ഇവിടെ കാണില്ല. അത് മക്കയുടെ മണ്ണിൽ എന്നേക്കുമായി കുഴിച്ചു മൂടപ്പെടാൻ പോവുകയാണ് എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് മക്കത്തെ മുശ്രിക്ക് ആഗ്രഹിക്കുകയാണ്, അവർ ആശ്വസിക്കുകയാണ് അതിന്റെ പേര് പറഞ്ഞിട്ട്. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക, അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റിയിട്ട് അവിടത്തിന്റെ കുടുംബക്കാര് തന്നെ പറഞ്ഞു, ഓ മുഹമ്മദേ, നിങ്ങൾ അബ്തറാണ്, വാലറ്റവനാണ്, കുറ്റിയറ്റവനാണ്, വംശപരമ്പര നിലനിൽക്കാത്തവനാണ്. കാരണം നിങ്ങൾക്ക് ആൺകുട്ടികളെ നഷ്ടമായിരിക്കുകയാണ്. അവിടെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ വായടപ്പം മറുപടി കൊടുത്തു, നബിയെ ഇന്നാ അഅ്തൈനാകൽ കൗസർ, നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന അഹ്ലു ബൈത്തിനെ നാം സമ്മാനിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സൂറത്തുൽ കൗസറിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കേരളക്കരയിൽ 2 വലിയ മുഹൂർത്തങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്.
ഒന്ന്, വാഴയൂര് പഞ്ചായത്തിന്റെ ഈ ഒരു പ്രവിശ്യയിൽ ഒരു വലിയ സയ്യിദ് കുടുംബത്തിലെ പ്രഗത്ഭനായ ഒരു സയ്യിദ് ആദരിക്കുമ്പോ ഇന്ത്യ രാജ്യം മുഴുവനും ഉറ്റുനോക്കിയ വലിയൊരു ശബ്ദം മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖീഹ് തങ്ങൾ, അവരുടെ സഹോദരപുത്രൻ മഹാനായ സയ്യിദ് അലി ബാഫഖീഹ് തങ്ങൾ. ആ അലി ബാഫഖീഹ് തങ്ങൾ നീണ്ട പതിറ്റാണ്ടുകളായി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ഉറക്കമൊഴിച്ച് പ്രവർത്തിക്കുകയാണ്. ആ പ്രവർത്തനത്തിന് നന്ദി സൂചകമായി ഇന്ന് മഹാനവറുകളുടെ ജന്മനാടാകുന്ന അതേ കൊയിലാണ്ടിയിൽ വെച്ചുകൊണ്ട് ഇതുപോലെ പ്രസ്ഥാന കുടുംബം ഒന്നടങ്കം മഹാനവറുകൾക്ക് വലിയ ഒരു ആദരവ് സംഘടിപ്പിച്ച് അതും ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പരമ്പര നഷ്ടപ്പെട്ടു എന്നവര് ഇതൊക്കെയും കാണുകയാണ്. തങ്ങളെന്ന് ആക്ഷേപിച്ചവന്റെ പേരക്കിടാങ്ങള് ഇന്ന് ലോകത്ത് മഷീട്ട് നോക്കിയാൽ കാണാൻ കഴിയില്ല. എന്നാൽ അഷ്റഫുൽ ഖൽഖിന്റെ പരമ്പര ഇന്ന് ലോകത്ത് മുഴുവനും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്, പടർന്ന് പഞ്ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഓ നബിയേ, അങ്ങക്ക് നമ്മൾ അണമുറിയാത്ത മക്കളെ തന്നു, പേരമക്കളെ തന്നു. അതുകൊണ്ട് ആ ഒരു ഭാഗ്യം നമ്മുടെ നാട്ടിന് ഇവിടെ ഒരു കുടുംബം കൊണ്ട് കിട്ടിയിട്ടില്ലെങ്കിലും, സയ്യിദ് കുടുംബം ഈ നാട്ടിലെ അംഗങ്ങളായിട്ടില്ലെങ്കിലും 3.5 പതിറ്റാണ്ടിലധികമായി ഒരു മഹാനായ സയ്യിദിന്റെ പ്രവർത്തന മണ്ഡലം ഇതായതുകൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു വർഷിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നാടിന് എന്നതിലൊരു സംശയവുമില്ല. മഹാനായ KC തങ്ങൾ ഉസ്താദ്, അവിടത്തേക്ക് എത്ര ശിഷ്യന്മാരാണ്? ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കയ്യിലേക്ക് വരാനിരിക്കുന്ന സപ്ലിമെന്റ് ഇവിടെ പ്രകാശനം കുറച്ചുകൂടി കഴിയുമ്പോൾ അത് പ്രകാശനം നിർവഹിക്കപ്പെടുകയാണ്. ആ സപ്ലിമെന്റിന്റെ ഒരു പേജ് നിറയെ ആലിമീങ്ങളാണ്. കേവലം മുസ്ലിയാക്കന്മാരല്ല, ബിരുദധാരികളായ മുത്തവ്വലും തഖസ്സുസും മുഖ്തസറും മുത്തവ്വലും തഖസ്സുസ് അടക്കമുള്ള ബിരുദം നേടിയ വലിയ പണ്ഡിതന്മാർ പലരും പല ദഅവ കോളേജിലെ നമ്മുടെ കേരളക്കരയിലെ പ്രഗത്ഭരാകുന്ന ആലിമീങ്ങളെ വാർത്തെടുക്കാൻ ഭാഗ്യം കിട്ടിയ ഒരുപാട് ദഅവ കോളേജുകളിലെയും വലിയ പള്ളി ദർസുകളിലെയും മുദർരിസുമാരാണ്. ബഹുമാനപ്പെട്ട ഇർഫാനി ഉസ്താദിനെ പോലെയുള്ള ആളുകൾ സിൻസിയറിലെ മുദർരിസായി അവർ പ്രവർത്തിക്കുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ ബുഖാരി സയ്യിദ് അലി ബുഖാരി, ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ ശിഷ്യനാണ്. അദ്ദേഹം ധാരാളം കാലം CM സെന്ററിലെ മുദർരിസായി പ്രവർത്തിച്ച ആളാണ്. മഞ്ഞപ്പറ്റ ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ വളരെ പ്രധാനിയും അവിടെ കുറെ കാലം മുദരിസായി സേവനം ചെയ്തവരാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ ശിഷ്യനാകുന്ന മിസ്ബാഹി ഉസ്താദ്. അതുപോലെ മർക്കസിലെ ഹിഫ്ളുൽ ഖുർആനിൽ ഒരുപാട് കാലം അവിടുത്തെ ഉസ്താദ് മുദരിസുമായി സേവനം ചെയ്ത ബഹുമാനപ്പെട്ട ഹാഫിള് സഖാഫി അടക്കം, സലാം സഖാഫി അടക്കം എത്രയോ ആലിമീങ്ങൾ, എല്ലാവരുടെയും പേര് പറയാൻ സമയമില്ല. നിങ്ങൾ നോക്ക്, ഇത്ര വലിയൊരു ഭാഗ്യം കിട്ടിയ ഒരു സയ്യിദ് അവർകൾ, ഇത്ര വലിയ ഭാഗ്യം കിട്ടിയൊരു സയ്യിദ് അവർകൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനവറുകളുടെ തണൽ ഈ നാടിനെ ആസ്വദിക്കാൻ ഒരുപാട് കാലം തൗഫീഖ് നൽകട്ടെ എന്ന് വീണ്ടും വീണ്ടും ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തിന് വലിയ മഹത്വമുണ്ട്. അവരഷ്റഫുൽ ഖൽഖിന്റെ സ്വന്തം രക്തമാ, അതിൽ നിന്ന് പൊട്ടിവിടർന്ന മുത്തും രക്തമാ. ഉസ്താദിന്റെ മവാഹിബുൽ ജലിയയിൽ ഉസ്താദ് കുറിച്ചു വെച്ചു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ, പേരക്കിടാങ്ങൾ, അവർക്ക് ചെറിയ മഹത്വമൊന്നുമല്ല ഉള്ളത്, വലിയ മഹത്വമുണ്ട് അവർക്ക്. ഏതെങ്കിലും ഒരു സയ്യിദിൽ നിന്ന് എന്തെങ്കിലും ദൂഷ്യമായ പ്രവർത്തനങ്ങൾ കണ്ടാൽ ആ പ്രവർത്തനങ്ങളെ പേരിൽ അവരെ ക്രൂശിക്കാൻ പാടില്ല. കേരളക്കരയിൽ നീണ്ട കാലങ്ങളായി മഹത്തായ നമ്മുടെ ഉലമാ പറഞ്ഞു കൊടുക്കുന്നതും അതാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു സംഘടനയുടെ ഉള്ളിൽ തന്നെ ചേരി തിരിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയെ അംഗീകരിക്കുന്നവർക്ക് മാത്രം മഹത്വമുള്ളൂ എന്ന രൂപത്തിലേക്ക് സയ്യിദന്മാരെ ഗ്രൂപ്പ് തിരിച്ചാക്ഷേപിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, അവിടെയാണ് മഹന്യരായ സയ്യിദ് അവറുകളെ ആദരിക്കുന്ന ചടങ്ങ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അല്ലാഹു തആല അവിടത്തേക്ക് ആയുസ് നീട്ടിക്കൊടുക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. മഹന്യരായ ഈം ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു തആല അവിടത്തേക്ക് ബറക്കത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. طلع البدر علينا من سنيات الوداع وجب
الشكر علينا ما دعا لله داع. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. അൽഹംദുലില്ലാ, തങ്ങൾ ഉസ്താദും നഈം ഉസ്താദും സദത്തെത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഉദ്ഘാടന ഭാഷണം ചുരുക്കുകയാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിലേക്ക് ഈ ഭാഗത്ത് കുറേ കസേരകളുണ്ട്, അതിലേക്ക് ഇങ്ങോട്ട് കയറിയിരുന്നാൽ ഈ ഫ്രണ്ടിൽ കുഞ്ഞു മക്കളിരിക്കുന്നു, അവിടെ കുറേ കസേരകളുണ്ട്. എല്ലാവരും ഒന്ന് കയറിയിരുന്നാൽ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ സമയം നമുക്ക് കുറേ കാര്യങ്ങൾ, ഒരുപാട് ഖൈറാത്തുകൾ അവരിന്ന് കേൾക്കാൻ പറ്റും. ഈ കസേര ഫില്ലായിട്ടില്ലെങ്കിൽ ഉസ്താദ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്രയും സമയം നമുക്ക് വലിയ നഷ്ടമായി പോകും. അതുകൊണ്ട് എല്ലാവരും കയറിയിരിക്കണം. അവൻ്റെ പ്രിയപ്പെട്ടവരെ അഹ്ലു ബൈത്തിനെ ബഹുമാനിച്ചതുകൊണ്ട്, ആദരിച്ചതുകൊണ്ട്, ആലിമീങ്ങളെ ബഹുമാനിച്ചതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു നാടിന് വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ ധാരാളം ആസ്വദിക്കുന്നവരും അനുഭവിക്കുന്നവരും ആണ് നമ്മൾ. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കുടുംബത്തെ മാനിക്കണം, പ്രത്യേകിച്ച് ആലിമീങ്ങളെ മാനിക്കണം. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ എന്ന് പരിശുദ്ധ ഖുർആൻ ഒരിക്കലും അല്ല എന്ന് മറുപടി. അപ്പോ ആലിമീങ്ങളെ ബഹുമാനിക്കണം. അല്ലാഹു തആലക്ക് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ ആരാണ്? അല്ലാഹുവിൻ്റെ ഇൽമ പഠിപ്പിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഇൽമ് ധാരാളം 35 കൊല്ലത്തിലധികമായി നമ്മുടെ മഹല്ലത്തിലെ കുഞ്ഞു മക്കളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ദീന് കുഞ്ഞുനാളിലെ കുത്തിവെച്ചു കൊടുക്കുന്നതിൻ്റെ തുടക്കക്കാരനും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നവരുമായ മഹാനായ സവീദവറുകൾ അള്ളാഹു ആയുസ് നീട്ടിക്കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നഈം ഉസ്താദ് അള്ളാഹു അവർക്ക് ബറക്കത്തുൽ ആയുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ സുൽത്താനുൽ ഉലമ മഹാനായ റഈസുൽ ഉലമ അടക്കം ഉള്ള നമ്മുടെ ഉലമാഇന് മുഴുവനും, നമ്മുടെ ദീനിൻ്റെ ഖാദിമീങ്ങൾക്ക് മുഴുവനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ആയുസ് നീട്ടിക്കൊടുക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന വിശുദ്ധ വാക്യത്തിൽ ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.